ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൂസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു മസാലക്കറി ഉണ്ടാക്കണം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: 4 വലിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് വേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് അത് മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറുവപ്പട്ട, പിന്നെ കുറച്ച് പെരുംജീരകം, കുറച്ച് കുരുമുളക്, ബേ ലീഫിൻ്റെ ഇലയുടെ ഒരു കഷ്ണം കൂട്ടിയിട്ട് നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതാണ്. ചൂടുവെള്ളത്തിലിട്ടിട്ട് മാറ്റി വെച്ചതാണ്. അതിൽ അണുക്കളും എന്തെങ്കിലും കീടാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അതിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒന്ന് വഴന്ന് വരുന്നതിന് ശേഷം കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചതാണ് അതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. തക്കാളിയും വലിയുള്ളിയും കൂടി നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരേക്ക് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. എന്നിട്ട് 2 സ്പൂൺ മുളക് പൊടി, ഒരു വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതായിരിക്കും. നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മളിത് മാറ്റി വെച്ചിട്ടുള്ള കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചൂടുവെള്ളത്തിലിട്ട് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ടായിരിക്കും. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്കിട്ടിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട്, ആദ്യം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ ഒന്നുകൂടി ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്കും തുറന്ന് ഇളക്കി നോക്കി നോക്കണം. അവിടെ കുറച്ച് വെന്തതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പ് ഇതേപോലെ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കുക, കുറച്ച് വേപ്പിൻ്റെ ഇലയും, എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ വെന്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്തെടുക്കാം. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അടിപൊളിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം.